അത് ശബരിമലയിലേക്ക് എത്തുന്ന അതായത് പണം ഗവൺമെൻറ് ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും തെളിവ് അങ്ങ് പറയാനുണ്ടോ? ഇപ്പം നമ്മൾ മീഡിയയിലൊക്കെ കാണുന്നത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 8 കോടി രൂപ മറ്റോ മുടക്കി ആണ് ഇത്. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും 8 കോടി രൂപ മുടക്കി മറ്റേ എന്തോ സമ്മേളനം നടത്തിയെന്ന് കുറച്ച് അമ്പലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇത് ചെറുതാണ്. വലിയ എമൗണ്ട് ഇവർ ഒന്ന് വെട്ടിച്ചം കൊണ്ടുപോവുകയാണ് ദേവസ്വം ബോർഡ് സ്റ്റാഫ്. അപ്പം അങ്ങനെ പറയുന്നത് ഈ വരുമാനത്തിനെക്കാട്ടി ഏറെ പൈസ വെട്ടിക്കുന്നുണ്ട്. വെട്ടിക്കും ലോൺ അല്ലെങ്കിൽ പിന്നെ ഈ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഒരു 3 കോടി രൂപ വരുമാനം ഉണ്ടെങ്കിൽ 3 കോടിയിലധികം വെട്ടിക്കുന്നുണ്ട്. പഞ്ചമി എന്ന് പറയുന്ന ഒരു സാധനം അരവണയ്ക്ക് 8 കോടി രൂപ തുടങ്ങി ഇപ്പോൾ 231 കോടി രൂപ അവർക്ക് കൊടുക്കണമെന്നൊന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കണം 2025. ഇതൊക്കെ ഏതെങ്കിലും മീഡിയ ഇവിടെ റിപ്പോർട്ട് ചെയ്തോ? വരില്ല. ഈ റോയിലും മൊസാദിലും നമുക്ക് വിചാരിച്ചാൽ ചന്തു ഞാനും വിചാരിച്ചാൽ ചിലപ്പം വല്ലതൊക്കെ നമുക്ക് കിട്ടും. ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഒരു വിവരം വെളി കിട്ടത്തില്ല. ശബരിമല സാധാരണ ഇരുമുടി കെട്ടും നിറച്ച് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിലെ അരി, ഒരു ഉണ്ട ശർക്കര, അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഈ അരിയും ശർക്കരയും ഒക്കെ നമ്മൾ അവിടെ നിക്ഷേപിക്കുന്ന അയ്യപ്പൻ്റെ നിവേദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെടുക്കില്ലേ? അല്ല, അത് പീനട്സ് ആണ്. നിങ്ങൾ ഈ പറയുന്ന വെറും പീനട്സ് ആണ്. വേറെ ഒരുപാട് വലിയ പിന്നെ അവന്യൂസ് ഇത് സോഴ്സസ് കിടക്കില്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുള്ളപ്പം വളരെ ലളിതമായി പറഞ്ഞ ഇത് പീനട്സ് ആണ് പറയുമ്പോൾ, പക്ഷെ അതിന് ചുമ്മാ ആരോപിച്ചാൽ പോരല്ലോ. 44 ലക്ഷം കിലോ ശർക്കര വാങ്ങിച്ച് പൈസ വെട്ടിക്കുമ്പോൾ ഈ കിട്ടുന്ന പൈസ ഇത് ചിലപ്പോൾ താഴെ അത് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ എടുക്കുമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് നോക്കിയിട്ടില്ല. ശബരിമലയിൽ ഒരു സത്യസന്ധമായ ഒരു പ്രവൃത്തിയും ഈ ജീവനക്കാരും തന്ത്രിയെ മാത്രം ഞാൻ ഇത് ഒഴിവാക്കുന്നു. ബാക്കി അവിടെ വരുന്ന പൂജാരിമാരും, അതായത് 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ 10 പേരുടെ നിന്നും 15 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കും. എന്നിട്ട് ചന്തുവിന് സെലക്ഷൻ കിട്ടിയാൽ ബാക്കി 9 പേരെ അങ്ങ് മാറ്റും. മകരവിളക്കിനും മണ്ഡല പൂജയ്ക്കും സന്നിധാനം ഗസ്റ്റ് ഹൗസിൽ 1500, ഇപ്പം 1600 എന്നാണ്. 1600 രൂപയ്ക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉന്നതൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അയാളുടെ ശിങ്കിടി അയാളുടെ കീഴിൽ ബുക്ക് ചെയ്യും. അപ്പം നോക്കുമ്പം ഗോപാൽകൃഷ്ണൻ ഡെപ്യൂട്ടി കമ്മീഷണർ TDB ബുക്ക് ചെയ്ത് എൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും പാർപ്പിക്കണം. ഇതിനെന്ത് ചെയ്തെന്നറിയാമോ? മലേഷ്യൻ തമിഴന്മാർ വേറെ 2-3 തമിഴന്മാർക്ക് കൊടുത്തു. എന്നിട്ട് മലേഷ്യൻ തമിഴന്മാർക്ക് മറിച്ച് കൊടുത്തു. ഒരു ദിവസം 4 lakh rupees. അവരെന്തും ചെയ്യും. ഈ ഈ തമിഴന്മാരും തെലുങ്കന്മാരും പൈസ കൊണ്ടങ്ങ് ഒരുപാട് ഇടുകയാണ്. ഒരു റൂമിന് 4 ലക്ഷം രൂപ അവർക്ക് മുതലാവും.